മച്ചാന്മാരെ നോക്കിയും കണ്ടും മേടിച്ചില്ലെങ്കിലുണ്ടല്ലോ റെഡ് ബുള്ളൊക്കെ ചിലപ്പോൾ ഇതാ റെഡ് ബ്ലൂ ആയി മാറും കേട്ടോ. അതേ കേസ് റെഡ് ബുള്ളിന്റെ നല്ല ഒന്നാം തരം ചാത്തൻ റെഡ് ബ്ലൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ പാക്കിങ്ങിലത്തെ കുറച്ച് ഡിഫറൻസ് നോക്കിയിട്ട് വരാം. റെഡ് ബുള്ളിൽ കാളയുടെ ലോഗോ ആണെങ്കിൽ റെഡ് ബ്ലൂവിൽ കരിമ്പുലിയുടെ ലോഗോ. താഴ്വശവും മോൾവശവും എല്ലാം ഒരേപോലെ തന്നെയാണ്. ക്യാനിന്റെ മുകളിൽ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ് നിങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ ജസ്റ്റ് താഴെ നിന്ന് കമന്റ് ചെയ്തേക്കണേ. ഒരു 130 രൂപ പൊട്ടിയതിന്റെ ശബ്ദമാണ് ആ കേട്ടത്. കളർ വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഫസ്റ്റ് തന്നെ റെഡ് ബുള്ളാണ് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് മാറ്റുന്നത്. ഇതെന്ത് പദ മാത്രമേ ഉള്ള. ഇപ്പൊ കേട്ടത് ഒരു 100 രൂപ പൊട്ടിയതിന്റെ ശബ്ദമാണ്. ഇപ്പൊ വിലയുടെ ഡിഫറൻസ് ഇവിടെ കിട്ടിയില്ലേ. റെഡ് ബുള്ളിന് 130, റെഡ് ബ്ലൂവിന് 100 രൂപയാണ്. ഞാൻ ഇതുവരെ ഈ റെഡ് ബുള്ള് റെഡ് ബ്ലൂ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ കുടിക്കാൻ പോകുന്നത്. അതിന്റെ ഒരു സന്തോഷം എന്റെ മുഖത്തുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ കുടിക്കുന്ന റെഡ് ബുള്ളാണ്. ഇതുവരെയായിട്ടും കുടിച്ചിട്ടില്ലാത്തതുകൊണ്ട് പതുക്കെ രുചിയൊക്കെ അറിഞ്ഞ് മടവടാന്നാണ് കുടിക്കുന്നത്. ഇനി ചാത്തൻ റെഡ് ബ്ലൂവിനെ കുടിക്കുക. ഗൈസ്, ഞാൻ ഇനി എന്റെ മാത്രം അഭിപ്രായം പറയാം. 2 10 പൈസയ്ക്കുള്ളത്. റെഡ് ബുള്ളിനേക്കാളും റെഡ് ബ്ലൂവിന് കുറച്ചുകൂടെ മധുരം ഉണ്ടായിരുന്നു. റെഡ് ബുള്ള് കുടിക്കുന്നതിനേക്കാളും നല്ലത് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഒരു ടോണിക് മേടിച്ച് കുടിക്കുന്നതാണ്. അതാകുമ്പോൾ 60 രൂപയിൽ കാര്യം നിൽക്കും. ടോണിക്കിന്റെ അതേ ടേസ്റ്റാണ് റെഡ് ബുള്ളിന്. എനിക്ക് പേഴ്സണലി രണ്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ബാക്കി ഞാൻ കളയണേ ചെയ്തു. പിന്നെ ഈ സാധനമൊന്നും നമ്മളെ ശരീരത്തിന് നല്ലതല്ല. മാക്സിമം ഇതൊന്നും ആരും മേടിച്ച് കുടിക്കാതിരിക്കുക. പിന്നെ ഇതുവരെയായിട്ട് റെഡ് ബുള്ള് കുടിച്ചിട്ടില്ലാത്തവർ ജസ്റ്റ് താഴ്ന്ന് കമന്റ് ചെയ്തേക്കണേ.